ഇന്ന് ശിവരാത്രി. പിതൃതർപ്പണ പുണ്യം തേടി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം. പെരിയാർ തീരത്ത് 116 ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. KSRTC, കൊച്ചി മെട്രോ എന്നിവയും റെയിൽവേയും ഇന്നും നാളെയും പ്രത്യേക സർവീസുകൾ നടത്തും. അശ്വിൻ പാലാഴി ചെയ്യുന്നുണ്ട് ആലുവ മണപ്പുറത്തുനിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വിൻ, പിതൃതർപ്പണത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ടോ? കൂടുതൽ ആളുകൾ ഇന്നാണ് അവിടെ എത്തിച്ചേരുക. അതിന്റെ സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ എന്തൊക്കെ? പ്രജിൻ, ഇന്നലെയോടുകൂടി തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ പിതൃതർപ്പണം ആരംഭിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കും ഒപ്പം ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങും. ഒരേ സമയം 116 ബലിത്തറകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ്, മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിയിടൽ ചടങ്ങുകൾ നടക്കുക. ഈ ക്ഷേത്രത്തിലെ ദർശനത്തിനുള്ള ക്യൂ ഇപ്പോൾ തന്നെ കിലോമീറ്ററുകൾ നീണ്ടിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ചടങ്ങുകളടക്കം ആരംഭിക്കുക ഉച്ചയോടുകൂടിയാണ്. ശിവരാത്രി ആഘോഷവുമായി, ശിവരാത്രി ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ രാത്രിയോടുകൂടി മഹാദേവ ക്ഷേത്രത്തിൽ ആരംഭിക്കും. അതോടുകൂടിയാണ് ഈ ഭക്തരുടെ തിരക്ക് ഒരു പാരമ്യതയിലേക്ക് എത്തുക. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 116 ബലിത്തറകൾ സജ്ജീകരിച്ചതിൽ 90 എണ്ണമാണ് ലേലം ചെയ്തു പോയിരിക്കുന്നത്. അതിനു പുറമെ ദേവസ്വം ബോർഡിന്റെ അടക്കം നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ബലിത്തറകളുമുണ്ട്. എന്തായാലും നിരവധി ഭക്തരെത്തുന്ന ഒരു ക്ഷേത്രമാണ്. കേരളത്തിലെ തന്നെ ഈ ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം എന്നുള്ള നിലയിലൊക്കെ ഭക്തജനങ്ങളുടെ തിരക്ക് വലിയ തോതിൽ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് 1200 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ആലുവ മണപ്പുറത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ പുറമെ ദേവസ്വം ബോർഡിന്റെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ അധികമായി ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഇത്തവണത്തെ പ്രത്യേക കാര്യമാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടിയൊക്കെ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ ഭക്തർക്കും അവരുടെ ബലിതർപ്പണം നടത്തി കഴിഞ്ഞു മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങളും കൃത്യമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അശ്വിൻ പാലാഴിയാണ് ആലുവ മണപ്പുറത്തു നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.